പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കൃപയുടെ സമയം അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കർത്താവ് അവിടുത്തെ അനന്തമായ കാരുണ്യം അയക്കുന്ന നിമിഷങ്ങളാണ്. അവിടുത്തെ കൃപകളാലും വരകളാലും നിറയ്ക്കുന്ന നിമിഷങ്ങൾ. കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് കടന്നു വന്ന് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് ഓർക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പ്രതിസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും. പ്രിയമുള്ളവരെ, ഈ ഒരു വചനഭാഗത്തിലൂടെ കർത്താവ് എപ്രകാരമാണ് ദൈവത്തിൻ്റെ രാജ്യം സ്വന്തമാക്കുവാൻ നമ്മൾ സമ്പാദിക്കേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഇതിനു തൊട്ടു മുമ്പുള്ള വചനഭാഗം അവിടെ ഭയം കൂടാതെ എപ്രകാരമാണ് ദൈവത്തിന് സാക്ഷ്യം നൽകേണ്ടത് എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എഴുന്നേറ്റ് നിന്ന് അവൻ്റെ ഭൗതിക സ്വത്തിനെക്കുറിച്ച് അവനോട് ചോദിക്കുക. പ്രതിസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന് യേശുവിനോട് അവൻ ആവശ്യപ്പെടുമ്പോൾ അതിലൂടെ അവൻ ആഗ്രഹിക്കുന്നത് യേശു അവന് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനായിട്ട് മാറുവാൻ കടന്നു വരും എന്നുള്ളതാണ്. കാരണം സാധാരണ ഇതുപോലെയുള്ള തർക്കങ്ങൾ കടന്നു വരുമ്പോൾ ആ സമൂഹത്തിലെ പ്രമുഖരായ വ്യക്തികൾ അതിന് മധ്യസ്ഥം നിൽക്കാറുണ്ട്. അവനും അതുതന്നെയാണ് യേശുവിൽ നിന്ന് പ്രതീക്ഷിക്കുക. കാരണം നിയമാവർത്തന പുസ്തകത്തിൽ കൃത്യമായ നിയമങ്ങൾ ഇതിനു വേണ്ടിയുണ്ട്. അപ്പോൾ അതനുസരിച്ച് യേശു അവനെ ഹെൽപ്പ് ചെയ്യും എന്ന ഒരു പ്രതീക്ഷയോടുകൂടിയാണ് യേശുവിനോട് അവൻ ഇത് ആവശ്യപ്പെടുക. അവൻ്റെ ശ്രദ്ധ മുഴുവൻ തൻ്റെ സമ്പാദ്യത്തിലായിരുന്നു. താൻ ഒത്തിരിയേറെ സമ്പാദിച്ചു കൂട്ടി ഇനിയും സമ്പാദിക്കണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ്
ആ മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കുക. അവൻ്റെ ഓരോ വചനങ്ങളെടുക്കുമ്പോഴും ഞാൻ, എൻ്റെ എന്നുള്ള വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനർത്ഥം അവൻ മറ്റുള്ളവരിലേക്ക് നോക്കുന്നില്ല, മറിച്ച് തന്നിലേക്ക് മാത്രമാണ് ശ്രദ്ധ പതിപ്പിക്കുന്നത്. ഇവൻ ഒരു ഭോഷനായ ധനികനാണ് എന്ന് കർത്താവ് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നില്ല. കരുണ കാണിക്കാത്തതാണ് അവൻ്റെ ഭോഷത്വമായി കർത്താവ് ഇവിടെ എടുത്തു കാണിക്കുക. ദൈവം നമ്മോടെല്ലാം വലിയ കരുണ കാണിച്ചവനാണ്. നമുക്ക് ആവശ്യമായതെല്ലാം അവൻ്റെ അനന്തമായ ദാനത്താൽ നൽകിയതാണ്. ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ചും ദൈവം നൽകിയ ദാനങ്ങളെക്കുറിച്ചും ഒന്നും നോക്കാതെ തൻ്റെ സമ്പാദ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിച്ചു എന്നതായിരുന്നു ആ ധനികൻ ചെയ്ത ഭോഷത്വം. പ്രിയമുള്ളവരെ, കർത്താവ് അതുകൊണ്ടാണ് അവൻ്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതിരിക്കുന്നത്. അവൻ എന്ത് സഹായമാണോ ചോദിച്ചത് അത് ചെയ്തു കൊടുക്കുവാൻ അവൻ തയ്യാറാകാതെ അവൻ ചോദിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഒരു ഉപമ പറയുകയാണ്. ഭോഷനായ ഒരു ധനികനെ കുറിച്ച് ഉള്ള ആ ഒരു ഉപമയിലൂടെ താൻ എന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നത് എന്ന് യേശു വ്യക്തമാക്കി കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സമ്പാദ്യം ഒരിക്കലും നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നില്ല. ദൈവം നമ്മുടെ സമ്പാദ്യത്തിലേക്കല്ല, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിലേക്കല്ല നോക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ കൃപ നമ്മൾ എത്രമാത്രം സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നോക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ എത്രമാത്രമുണ്ട്, ആ കൃപ എപ്രകാരമാണ് നമ്മൾ ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് അവിടുത്തെ രാജ്യം അവകാശമാക്കുവാൻ സാധിക്കുക. അല്ലാതെ നമ്മുടെ ഭൗതികമായ സമ്പത്തിലേക്ക് ഒരിക്കലും കർത്താവ് നോക്കുന്നില്ല. നീ എത്രമാത്രം സമ്പാദിച്ചിട്ടുണ്ട്, നിന്റെ സമ്പത്ത് ഒത്തിരിയേറെ ഉണ്ടോ എന്നൊന്നും കർത്താവ് നോക്കില്ല, മറിച്ച് നീ ദൈവകരുണയിൽ ആശ്രയിച്ച് ദൈവകൃപയാൽ എത്രമാത്രം വളർന്നു, നിനക്ക് ആത്മീയമായിട്ട് വളരുവാൻ സാധിച്ചു, നിനക്ക് മറ്റുള്ളവരോടുള്ള ഒരു ശ്രദ്ധ നിന്റെ ജീവിതത്തിലുണ്ടോ, ഒരു കരുതൽ നീ മറ്റുള്ളവരോട് കാണിക്കുന്നുണ്ടോ, മറ്റുള്ളവരോട് നന്മ ചെയ്യുവാൻ നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള മടിയുണ്ടോ എന്നെല്ലാമാണ് കർത്താവ് നോക്കുക. പ്രിയമുള്ളവരെ, ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ അവന് ആ വർഷം ഒത്തിരിയേറെ വിളവ് കർത്താവ് നൽകി. ഒത്തിരിയേറെ ധാന്യം അവന് ലഭിച്ചപ്പോൾ അതിനുവേണ്ടി അധ്വാനിച്ചവരെ അവൻ മറന്നുപോയി. നല്ല കാലാവസ്ഥ നൽകിയ കർത്താവിനെ അവൻ മറന്നുപോയി. മറിച്ച് ഇത് ശേഖരിച്ചു വയ്ക്കുവാൻ തനിക്ക് ഇടമില്ലല്ലോ എന്ന് മാത്രമാണ് അവൻ ചിന്തിച്ചു തുടങ്ങിയത്. ഈ വിളവെല്ലാം എവിടെ കൊണ്ട് ഞാൻ വയ്ക്കും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് ഒട്ടും സ്ഥലമില്ല എന്ന തിരിച്ചറിവിൽ അവൻ പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയ പണിയും. അപ്പോഴും അതിനുവേണ്ടി അധ്വാനിച്ചവരെ അവൻ മറന്നു പോകുന്നു, ദൈവത്തെ അവൻ മറന്നു പോകുന്നു. മറിച്ച് ഇതെപ്രകാരം സംരക്ഷിക്കാം, തൻ്റെ സമ്പാദ്യത്തിലേക്ക് മാത്രമാണ് അവൻ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് യാതൊരു തരത്തിലും ചിന്തിക്കാതെ തൻ്റേതായി കാണുന്നതിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അവൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടെയാണ് വലിയൊരു പാഠം കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. നീ ഭൗതികമായ സമ്പത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ ഇല്ലാതാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം നമ്മളിൽ വസിച്ചാൽ മാത്രമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നാൽ മാത്രമാണ് എനിക്ക് മറ്റുള്ളവരിലും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരിലും ദൈവത്തെ കണ്ടുകൊണ്ട് എന്തെങ്കിലും നന്മ പ്രവർത്തികൾ ചെയ്യുവാൻ എനിക്ക് സാധിക്കും. എൻ്റെ ചുറ്റും നിൽക്കുന്നവരിൽ എൻ്റെ സഹോദരങ്ങൾ കാണുവാൻ എനിക്ക് സാധിക്കും. പക്ഷേ അത് തിരിച്ചറിയാതെ തൻ്റെ സമ്പത്തിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന ആ ധനികനോട് കർത്താവ് ഈ ഒരു ഉപമ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിലൂടെ കർത്താവ് ഒരു പരിവർത്തനമാണ് ആഗ്രഹിക്കുക. എന്നാൽ അത് തിരിച്ചറിയാതെ പോകുന്ന ഒരു ധനികനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുക. ഇവൻ തനിക്ക് ലഭിച്ച ആ ധാന്യവും വിളവുമെല്ലാം എവിടെ ശേഖരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, ബോഷ,
ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്നും ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാക്കും. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മൾ സമ്പാദിക്കുന്നതെല്ലാം ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മൾ തിരികെ പോകും. എനിക്ക് എത്രമാത്രം സമ്പാദിക്കുവാൻ സാധിക്കും അതെല്ലാം സമ്പാദിച്ചു കൂട്ടും. പക്ഷേ അതൊന്നും കൊണ്ട് എനിക്ക് എൻ്റെ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കില്ല. ഈ ലോകത്തിൽ മാത്രം സുഖസൗകര്യങ്ങൾ ഒരുക്കുവാൻ അത് ഒരുപക്ഷെ എന്നെ സഹായിച്ചേക്കാം. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും സ്വർഗരാജ്യത്തിൽ എനിക്കായി ഒരു ഇടം കണ്ടെത്തുവാൻ എനിക്ക് സാധിച്ചെന്ന് വരില്ല. കർത്താവ് എനിക്ക് എന്തിനു വേണ്ടിയാണ് ഈ സമ്പത്ത് നൽകിയിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് കർത്താവ് ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ കരുണ കാണിക്കുന്നത് എന്നെല്ലാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവരുടെ വേദനകൾ കാണുവാൻ നമുക്ക് സാധിക്കും. അവർ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനുള്ള മനസ്സും നമുക്കുണ്ടാകും. പ്രിയമുള്ളവരെ, മറ്റുള്ളവരോട് കരുണ കാണിക്കേണ്ടിയിരുന്ന ആ വ്യക്തി അത് കാണിക്കാതെ പോകുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭോഷത്വമായി കർത്താവ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഇത് ഈ വായിച്ചു കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഓരോരുത്തരും നയിക്കുന്ന ജീവിതം ഒരു ഭോഷൻ്റെ ജീവിതമാണോ? എനിക്ക് കർത്താവ് ഒത്തിരിയേറെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് അവിടുത്തെ കൃതപ്രകാരം ഉപയോഗപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കാറുണ്ടോ? അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ അതെല്ലാം ചെലവഴിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ വേദനയേക്ക് നോക്കി അവരോടൊപ്പം സഹതപിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളിലേക്കും മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. അത് മാറ്റിക്കൊണ്ട് മറ്റുള്ളവരിലേക്കും ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുക. യഥാർത്ഥത്തിൽ എവിടെയാണ് നമുക്ക് ആനന്ദം കണ്ടെത്തുവാൻ സാധിക്കുക? അത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്നും സന്തോഷം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് ഒത്തിരിയേറെ ആളുകൾ ഒത്തിരിയേറെ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം പോലും ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കാതെ, സ്വസ്ഥത എന്തെന്ന് പോലും അനുഭവിച്ചറിയാൻ സാധിക്കാതെ, ഒരു സന്തോഷത്തോടെ ഒന്ന് ചിരിക്കാൻ പോലും കഴിയാതെ കടന്നു പോകുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ച് ഒന്നിനും ഒരു കുറവില്ല. എന്താഗ്രഹിച്ചാലോ ആ നിമിഷം സാധിച്ചെടുക്കുവാൻ അവർക്ക് സാധിക്കും. പക്ഷേ അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ആനന്ദം കണ്ടെത്തുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ഏതെങ്കിലും രീതിയിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നേടിയെടുക്കാവുന്ന ഒന്നല്ല ഈ ആനന്ദവും സന്തോഷവും എന്ന് അവർ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് എന്ത് ലഭിച്ചാലും അത് ദൈവത്തിൻ്റെ ദാനമാണെന്നോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നവരായിട്ട് മാറുക. ദൈവം നൽകിയ കൃപകളെ ഓർത്ത് നിരന്തരം ദൈവസന്നിധിയിൽ നന്ദി പറയുന്നവരായിട്ട് നമ്മൾ മാറുക. നമ്മുടെ ജീവിതം നന്ദി നിറഞ്ഞ ഒരു ജീവിതമാകുക. എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ ജീവിതത്തിൽ ഇനിയും അവിടുത്തെ കൃപകൾ ധാരാളമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന് കാരണമാകുന്നതിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ടും മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ടും നമുക്ക് ദൈവത്തെ പ്രഘോഷിക്കുവാൻ പരിശ്രമിക്കാം. ഇന്ന് ഈ തിരുമണിക്കൂറിൽ നാം ആയിരിക്കുമ്പോൾ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അങ്ങേപോലെ മറ്റുള്ളവരെ തിരിച്ചറിയുവാനും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനും എനിക്ക് നൽകിയിരിക്കുന്ന സമ്പാദ്യം അത് അങ്ങയുടെ ഹൃദയപ്രകാരം വിനിയോഗിക്കുവാനും വേണ്ട കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായിട്ട് മാറുക. കരുണയില്ലാത്തതാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭോഷത്വം എന്ന് പറയുന്നത്. ആ ഒരു തിരിച്ചറിവിൽ കർത്താവെ നിരന്തരം അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുവാനും അതുപോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും വേണ്ട കൃപ യാചിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.